ഒരു ഭയങ്കര സംഭവം. അത് പേടിക്കാനാണ്ട പോകുമ്പോൾ പുള്ളി ഇങ്ങനെ നോക്കുന്നു, ഇങ്ങനെ എന്തോ രൂപം പോലെ നോക്കിയപ്പോഴത്തേക്ക് ഒരു അഴകാർന്ന, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അറബിയെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ദേഹം മൊത്തം കോരി പിടിക്കുകയാണ്. ഇത്ര അഴകാർന്ന, എന്തോ ഒരു ഹൈറ്റ്, നല്ല വെണ്ണ പോലിരിക്കുന്ന സുന്ദരനായ ഒരു ഒത്ത വണ്ണം ഒത്ത ഉയരമുള്ള ഭയങ്കര നല്ല ഹൈറ്റുള്ള ഒരു അറബി ഇങ്ങോട്ട് നടന്നു വരുന്നു. അപ്പൊ ഞങ്ങളുടെ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഒരു ഇതുള്ള ഒരാളാണ്. വലിയ സ്നേഹമാണ്, വലിയ അത്ഭുതങ്ങളൊക്കെ അവിടെ കാണിച്ചിട്ടുള്ളതാണ്. കുട്ടികളുടെ കൂടെ ഗോലി കളിക്കാൻ വന്നിട്ടുള്ള കൃഷ്ണനാണ്. അപ്പൊ അത്രയും വലിയൊരു സ്നേഹസമ്പന്നനായ ഒരു ഭഗവാൻ. ഞാൻ അവിടെ നിന്നുകൊണ്ട് എന്റെ ഭഗവാനെ എന്നെ രക്ഷിച്ച എന്റെ ഈശ്വരൻ എന്നും പറഞ്ഞ് ഞാൻ ഇച്ചിരി കുറച്ച് നടന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴേ ഈ ആളിനെ അവിടെ കാണുന്നില്ല. നല്ല വൃദ്ധനാണ് ഈ ബ്രാഹ്മണ ശ്രേഷ്ഠൻ. എന്നെ ഒന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഒരു കള്ളച്ചിരി, ഒരു വല്ലാത്ത ചിരി. അപ്പൊ ഞാൻ നോക്കി ഇദ്ദേഹത്തിന്റെ മുഖം, ഇദ്ദേഹം ഇത്ര വൃദ്ധനായിട്ട് ഇദ്ദേഹത്തിന്റെ മുഖത്തിന് ചെറുപ്പമാണല്ലേ കാണും. അപ്പൊ ഞാൻ അവിടെ നിന്നുകൊണ്ട് ഭഗവാനെ ഒന്ന് ധ്യാനിച്ചു. നമസ്കാരം. ഇത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സുദർശനൻ സ്വാമി. പതിനൊന്നാമത്തെ വയസ്സിൽ ദൈവത്തെ തേടി പുറപ്പെട്ട ഒരു ബാലൻ. കുട്ടിക്കാലത്ത് എല്ലാവരും താല്പര്യം കാണിക്കുന്ന കാര്യങ്ങളോട് ആയിരുന്നില്ല ദൈവം നിയോഗിച്ച സുദർശനൻ എന്ന കുട്ടിക്ക് ഉണ്ടായിരുന്ന അഭിനിവേശങ്ങൾ. ജീവിതപാതയിൽ ഏറെ സഞ്ചരിച്ച് വിദേശത്ത് ജോലിക്കെത്തിയപ്പോൾ ആയിരുന്നു ആദ്യത്തെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പ്രവചനം സംഭവിച്ചത്. അത് ഒരു ദുരന്തമായിരുന്നു. ഉരുക്കു വനിത എന്ന് പുകൾപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി സാക്ഷാൽ ഇന്ദിരാഗാന്ധിയുടെ മരണം ആയിരുന്നു അത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഏറെക്കാലം ദുഃഖിതനായി കഴിഞ്ഞു ഇദ്ദേഹം. പിന്നെ പ്രവാചകൻ എന്ന നിലയിൽ ഏറെക്കാലമായി അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് നല്ലൊരു മുഹൂർത്തം എനിക്ക് കിട്ടണം, അതിനെ ഇത് ഞാൻ വെളിപ്പെടുത്തു എന്നൊരു മനസ്സിൽ കൊണ്ടുനടന്നൊരു കാര്യമാണ്. ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ഭഗവാൻ കൃഷ്ണന്റെ ലീലാവിലാസം, അതായത് അദ്ദേഹത്തിന്റെ ലീലയിൽ ഒന്നും അല്ല, അതൊരു വിനോദമായിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ ജീവിതമായിട്ട് ഞാൻ എൻ്റെ കൃഷ്ണനുമായിട്ട് ഇഴകിച്ചേർന്ന് ആശ്രമം ശ്രീകൃഷ്ണസ്വാമിയാണ് എൻ്റെ എല്ലാം, അദ്ദേഹമാണെല്ലാം. അദ്ദേഹം ഗുരുവായൂരപ്പൻ തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു നിറഞ്ഞ കറതീർന്ന ഒരു ഭക്തനായിരുന്നു ഞാൻ, ആയിരുന്നില്ല ആണ്. അപ്പം വളരെ എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസപ്പെട്ടും വളരെ ദാരിദ്ര്യത്തിലും ഒക്കെ കടന്നു വന്ന ഒരാളാണ് ഞാൻ. 8ാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചു. ഞങ്ങൾ 5 മക്കള്. അമ്മ വളരെ കഷ്ടപ്പെട്ട് വളർത്തി. പക്ഷെ അന്നൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ അമ്പലങ്ങളിൽ യഥാർത്ഥത്തില് എൻ്റെ അമ്മ ഒരു ശ്രീകൃഷ്ണ ഭക്തയായിരുന്നു. അപ്പം ഞാൻ അമ്മയുടെ കൂടെ പോയി ഞാനൊരു ഭഗവാന്റെ, എനിക്കന്ന് എൻ്റെ ഒരു 9-10 വയസ്സേ ഉള്ളൂ. ഞാൻ ഭഗവാന്റെ ഒരു ഭക്തനായി. പിന്നെ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ വിശപ്പ് നമുക്ക് മാറ്റാൻ വേണ്ടി, അല്ലെങ്കിൽ വിശപ്പ് അറിയാതിരിക്കാൻ വേണ്ടി എന്നും ഒരുമാതിരിപ്പെട്ട ദിവസങ്ങളിലൊക്കെ നമുക്ക് പട്ടിണിയാണ്. അപ്പം ആ ഒരു പട്ടിണിയെ നമുക്ക് മറികടക്കാൻ എന്താണ് മാർഗം എന്ന് നോക്കി വന്നപ്പോഴാണ് വ്രതം എന്നൊരു സംഭവത്തിലോട്ട് ഞാൻ കടക്കുന്നത്. പക്ഷേ എൻ്റെ ഭഗവാൻ അദ്ദേഹം എത്രത്തോളം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കരഞ്ഞെന്ന് സത്യത്തിൽ പറഞ്ഞാൽ എനിക്കത് കാണാൻ കഴിയും. ഇന്ന്
ഞാൻ എന്താണെങ്കിലും അത് എൻ്റെ ഭഗവാൻ കൃഷ്ണന്റെ ഒരു അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ഞാൻ ഇപ്പോൾ ഒരു വലിയൊരു ധനികനോ അല്ലെങ്കിൽ വലിയൊരു സംഭവങ്ങളോ ഒന്നുമല്ല. എൻ്റെ ഭഗവാൻ എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് കാട്ടിത്തന്നു. അതിൽ ഞാൻ തൃപ്തനും സന്തോഷമാണ്. എനിക്ക് ലോകം കിട്ടിയതിന് തുല്യമാണ്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു ലോകം അറിയേണ്ടുന്നതും ലോക ജനത അറിയേണ്ടതും വിശ്വാസികൾ അറിയേണ്ടതും, വിശ്വാസം എന്നും വിശ്വാസം തന്നെയാണ്. അതിനെ വ്യാഖ്യാനിക്കാം, അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളാം, തള്ളാം, ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. പക്ഷേ എനിക്കുണ്ടായ മഹത്തരമായ ഒരു വലിയ അത്ഭുതമാണ്. പല അത്ഭുതവും ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു അത്ഭുതമാണ് ഞാൻ വെളിപ്പെടുത്താൻ പോകുന്നത്. കാരണം ഒരു 30 കൊല്ലത്തോളം ആവുന്നു ഈ സത്യം എൻ്റെ ബാല്യകാല സുഹൃത്തായ കണ്ണൻ തിരുമേനി, ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നതാണ്. അദ്ദേഹം ഇപ്പം കൊല്ലം മാടുന്നതിൽ താമസിക്കുന്നു. അപ്പം അദ്ദേഹത്തിനോട് ഈ സത്യം ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ് ഇത് മഹാ അത്ഭുതമാണ്, അതൊരു ഭാഗ്യമാണ്, പക്ഷേ ഇത് ആരോടും പറയാനും പാടില്ല. അദ്ദേഹം ഒരു തിരുമേനിയാണ്. അപ്പം അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ. ദൈവകാര്യങ്ങളൊക്കെ ഒരുപാട് അറിയുന്ന ഒരാളാണ്. എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1900 അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഗുരുവായൂരപ്പനെ കുറിച്ചുള്ള, എൻ്റെ കൃഷ്ണനെ കുറിച്ചുള്ള കാര്യമാണ്. എൻ്റെ ആശ്രാമം ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചുള്ള കാര്യമാണ്. അപ്പം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞ് ആശ്രമത്തിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ് അത് ഗുരുവായൂരപ്പനാണല്ലോ. അപ്പൊ ഞങ്ങളുടെ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഒരു ഇതുള്ള ഒരാളാണ്. വലിയ സ്നേഹമാണ്, വലിയ അത്ഭുതങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ടുള്ളതാണ്. കുട്ടികളുടെ കൂടെ ഗോലി കളിക്കാൻ വന്നിട്ടുള്ള കൃഷ്ണനാണ്. അപ്പൊ അത്രയും വലിയൊരു സ്നേഹസമ്പന്നനായ ഭഗവാൻ. അപ്പം ഈ വിവാഹം കഴിഞ്ഞു ഞാൻ പോവാനായിട്ട് 1 മാസവും ചില്ലറ ദിവസവും അതിൻ്റെ 10-12 ദിവസം കണ്ട് അവിടെ നിന്ന്. അപ്പം പോവാനായിട്ട് ഞാൻ പാസ്പോർട്ട് എടുത്തപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടിപ്പോയി. കാരണം എൻ്റെ ലീവ് തീരുകയാണ്. ആഹപ്പോടെ വിഷമത്തിലായി. അങ്ങനെ എന്തായാലും ടിക്കറ്റെല്ലാം എടുത്ത് ഒക്കെ ആയി ട്രിവാൻഡ്രം എയർപോർട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു SI ആണ്. അദ്ദേഹം എൻ്റെ ഈ പാസ്പോർട്ട് കണ്ടിട്ട് അദ്ദേഹം എൻ്റെ മുഖത്തോട്ട് നോക്കി പറഞ്ഞു, നിങ്ങളെ എങ്ങനെ ഇപ്പം ഇവിടുന്ന് നിങ്ങൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇന്നത്തെ ദിവസം കഴിയുമ്പോൾ ഇത് നിങ്ങളുടെ വിസ തീരെയാണ്, നിങ്ങൾ അവിടെ പോയി തിരിച്ചു വരേണ്ടി വരുമല്ലോ, ഞാൻ നിങ്ങളെ കയറ്റിവിട്ടാൽ നിങ്ങൾ തിരിച്ചു വരും, എന്ത് പറയുന്നു? ഞാൻ പറഞ്ഞു, സാറേ എന്തുമല്ല എനിക്ക് പോയേ പറ്റൂ, എന്നെ വിടണം. അദ്ദേഹം പറഞ്ഞു, ശരി ഞാൻ വിടാം, ഇവിടുന്ന് പോകാൻ നിങ്ങൾക്ക്, പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അത് ക്യാൻസൽ ആവുകയാണ്. അപ്പൊ എന്തുവാണെങ്കിലും ഞാൻ മാനസികമായിട്ട് ഒരുപാട് പ്രയാസപ്പെട്ട് വിഷമിച്ച് എന്തായാലും ഞാൻ ഫ്ലൈറ്റ് കയറിയപ്പോൾ വാസ്തവത്തിൽ പറഞ്ഞാൽ എനിക്ക് ഡൊമസ്റ്റിക്കിൽ പോകാനുള്ള സാഹചര്യം പറ്റിയില്ല. ഞാൻ റിയാദിലാണ് ഇറങ്ങിയത്. അപ്പൊ അവിടെ ഇറങ്ങിയപ്പോഴത്തേക്കായിട്ട് രാത്രി 12 മണി കഴിഞ്ഞു ചെന്നിറങ്ങിയപ്പോൾ. അവസാനം പുറത്ത് ഇങ്ങനെ ഞാൻ നടക്കുകയാണ്. എവിടെ ബസ് സ്റ്റോപ്പ് എവിടെന്നറിയില്ല, എങ്ങോട്ട് പോകണമെന്നറിയില്ല. ആ പാടെ ഒരു തരമില്ലാതെ, ഒരു പിടിയില്ലാതെ ഇങ്ങനെ ഞാൻ അലഞ്ഞു. അപ്പൊ എന്റെ മനസ്സിലോട്ട് പറയാം, കാരണം വെച്ചാൽ ഈ ഇതിന്റെ പാസ്പോർട്ടിനകത്ത് ദിവസം തീരുന്നതിന് ആ ഒരു അങ്കലാപ്പ്. അപ്പം ഇടയ്ക്ക് ഞാനൊരു കാര്യം വിട്ടു പറയാൻ പോയത്, ഞാൻ എയർപോർട്ടിൽ ഇറങ്ങി ഈ എമിഗ്രേഷൻ ഭാഗത്തോട്ട് ചെന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഭയപ്പാടായി. കാര്യം അന്നത്തെ ദിവസം രാത്രി വന്നിട്ട് ഡേറ്റ് പിറ്റേന്ന് വേറെ ഡേറ്റാ, എന്റെ വിസ തീരെയാണ്. അപ്പൊ ഞാൻ അവിടെ നിന്നുകൊണ്ട്, ഭഗവാനെ കൃഷ്ണ ഞാൻ എന്തു ചെയ്യും, എന്നെ ജയിലിൽ പിടിച്ചിടാനുള്ള ഇട ഉണ്ടാക്കരുത്, ഭഗവാനെ എന്നെ രക്ഷിക്കണം എന്ന് പ്രാർത്ഥിച്ചു. ഞാനിങ്ങനെ നടന്നു വന്നപ്പോ എന്റെ മനസ്സിൽ പറഞ്ഞ കുറെ ആൾക്കാർ ക്യൂ നിൽക്കുന്നു, പക്ഷെ ഒരാൾ നിൽക്കുന്ന ഒരു ക്യൂ ഉണ്ട്, ഒറ്റൊരാള്. അപ്പൊ എന്റെ മനസ്സ് പറഞ്ഞ അവിടെ പോകും. പക്ഷെ മനുഷ്യന് രണ്ടാണല്ലോ, നല്ലതും ചീത്തയുണ്ട്. ഇതിലേത് കൊള്ളണം തള്ളണം എന്നുള്ളത് നമ്മൾ സ്വയം മനസ്സുകൊണ്ട് ധ്യാനിച്ചെങ്കിലേ പറ്റും, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് എടുത്തെങ്കിലേ പറ്റും. എന്റെ മനസ്സെന്നെ ചതിക്കൂ ഭഗവാനെ എന്ന് ഞാൻ ചോദിച്ചു. എന്തായാലും അങ്ങനെ ആയിക്കൊള്ളട്ടെ എന്നും പറഞ്ഞ് ഞാൻ ആ ഒരാൾ നിൽക്കുന്നിടത്തോട്ട് ഭയന്ന് വിഷമിച്ച് പേടിച്ച് അങ്ങോട്ട് ചെന്നു. ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് അവിടെ നിന്ന ആൾ അങ്ങോട്ട് ഹാത്തിന് സതിക്ക് ഇങ്ങോട്ട് എടുക്കുക, പാസ്പോർട്ട് എടുതെന്ന് പറഞ്ഞു. അപ്പൊ ഞാനോട് കൊടുക്കാം അങ്ങോട്ട് പോയി. അങ്ങോട്ട് പുള്ളി ഇങ്ങനെ വേടിക്കാൻ ഭയങ്കര സംഭവം. അത് വേടിക്കാനാണ്ട് പോകുമ്പോൾ പുള്ളി ഇങ്ങനെ നോക്കുന്നു, ഇങ്ങനെ എന്തോ രൂപം പോലെ നോക്കിയപ്പോഴത്തേക്ക്
ഒരു അഴകാർന്ന, എന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു അറബിയെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ദേഹം മൊത്തം കോരി പിടിക്കുകയാണ്. ഇത്ര അഴകാർന്ന, എന്തോരു ഹൈറ്റ്, നല്ല വെണ്ണ പോലിരിക്കുന്ന സുന്ദരനായ ഒരു ഒത്ത വണ്ണം ഒത്ത ഉയരമുള്ള ഭയങ്കര നല്ല ഹൈറ്റുള്ള ഒരു അറബി ഇങ്ങോട്ട് നടന്നു വരുന്നു. ഭയങ്കര സുന്ദരൻ. അങ്ങനെ ഇദ്ദേഹം ഇങ്ങോട്ട് നടന്നു വരുന്ന നല്ല കലയാണ്. നടന്നു വരുമ്പോ എന്തോ ഒരു തിളക്കം പോലെ എനിക്ക് അനുഭവപ്പെടുന്നു. ഇദ്ദേഹം നടന്നു വരുമ്പോ എന്തോ അത്രയ്ക്കുള്ള ശരീരത്തിൽ തൊലിക്കൊക്കെ അത്രയ്ക്കും കളർ. ഈ ഇരുന്ന ഉദ്യോഗസ്ഥൻ നമ്മളെ എല്ലാം പറഞ്ഞ വലിയ ഈ വേണ്ട 3, 4, 5 സ്റ്റാറൊക്കെ ഉള്ള ആൾക്കാരൊക്കെയാണ് ഇങ്ങനെയുള്ള അതാണ് അതിന്റെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. ഇദ്ദേഹം എന്റെ കയ്യിൽ നിന്നോട്ട് വാങ്ങിയതും ഇയാളെ കണ്ട സതി കേഫലാൽ എന്നും പറഞ്ഞ് എണ്ണീറ്റ് പുള്ളി പെട്ടെന്ന് നടന്നു വന്ന് ഇയാൾക്ക് പിന്നെ എന്റെ പാസ്പോർട്ട് വെച്ച് ഷേക്കാനും കൊടുത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മയെല്ലാം കൊടുത്തിട്ട്, അപ്പം ഈ വന്ന ആള് പറഞ്ഞ് എന്നെ അങ്ങ് വിട്, എന്നെ അങ്ങ് മാഫി മുഷ്കിൽ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ട് പിന്നെ പാസ്പോർട്ട് അങ്ങോട്ട് തുറന്ന് സീൻ എടുത്തിട്ട് എല്ലാരും സതി എല്ലാരും സുറ എന്നും പറഞ്ഞ് എന്നെ അങ്ങ് വിട്ടു. ഞാൻ അവിടെ നിന്നുകൊണ്ട് തിരിഞ്ഞ് എന്റെ ഭഗവാനെ എന്നെ രക്ഷിച്ച എന്റെ ഈശ്വരൻ എന്നും പറഞ്ഞ് ഞാൻ ഇച്ചിരി കുറച്ച് നടന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴേ ഈ ആളിനെ അവിടെ കാണുന്നില്ല. കുറച്ച് ഏതാണ്ട് എനിക്ക് തോന്നുന്നത് 1, 2, 3 ഒരു 4-5 ചെവിട് ഞാൻ വെച്ചിട്ട് തിരിഞ്ഞു നോക്കിയതാണ്. ഇത്രയും വലിയ സുഹൃത്ത്. അദ്ദേഹത്തിന് ഇയാൾ ചായ എടുത്ത് അവിടെ ഇരുന്ന് ചായ എടുത്ത് അവിടെ വെക്കുന്ന ഞാൻ കണ്ടതാ. ഈ ചെറിയ ഗ്ലാസ് ചായ വെക്കുന്ന ഞാൻ കണ്ടതാ ഒഴിച്ചിട്ട്. അപ്പം ഞാൻ ഇദ്ദേഹത്തിന് കാണുന്നില്ല. ഒരു 1, 2, 3 ഒരു 5 സ്റ്റെപ്പ് കഷ്ടിച്ച് ചെന്നതേ ഉള്ളൂ. ഞാൻ നോക്കിയപ്പം അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് എന്തോ എഴുതുന്നു. ഈ ആളിനെ കാണാനില്ല. എനിക്ക് ഭയങ്കര അത്ഭുതമായി. അങ്ങനെ ഞാൻ എത്രയും പെട്ടെന്ന് എയർപോർട്ടിനകത്തുനിന്ന് പുറത്ത് ഇറങ്ങണം. എങ്ങോട്ട് പോകണം, എവിടാണ് ബസ് സ്റ്റോപ്പ്, അതൊന്നും എനിക്ക് അറിയില്ല. കയ്യിൽ പൈസയും കുറവാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, നടന്ന് ഭഗവാനെ എന്ത് വേണം, ഞാൻ എങ്ങോട്ട് പോകണം. അപ്പം ഭഗവാനാണ് എന്നെ ദിശ കാണിച്ചത്, അങ്ങോട്ടും എന്ന് പറ. അപ്പം ഇത് വെട്ടത്ത് പോയി നിന്നാൽ കുഴപ്പമാവും. അങ്ങനെ ഞാൻ ഇരുട്ട് നോക്കിയുള്ളിടം പോയി. ഞാൻ അങ്ങനെ അവിടെ ഒരിടത്ത് ഇരുട്ട് മാറി അങ്ങനെ നിന്നപ്പോ കാണാം ഒരു വണ്ടി വണ്ടി വന്നപ്പോ അടുത്ത് കൊണ്ടു നിർത്തിയിട്ടൊരു പാകിസ്ഥാനി ഒരാളാണ്. അപ്പം ഇദ്ദേഹം ചോദിച്ചേ, എന്താ ബായി ഇവിടെ നിൽക്കുന്നേ? ഞാൻ പറഞ്ഞിങ്ങനെ ഹൈലിൽ പോണം. അയ്യോ, ഹൈലിൽ എത്ര കിലോമീറ്റർ, ഭയങ്കര ദൂരമില്ലേ? ഇവിടെ നിന്ന് വണ്ടി നിർത്ത ബസ്സില്ല. ഇപ്പോഴത്തെ സമയത്തൊന്നും ബസ്സില്ല. അത് ഇവിടെ നിന്നൂടാ, പ്രശ്നമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ് ഭായി പിന്നെ ഞാൻ എവിടെ പോയി, ഇവിടെ നിന്ന് ഇച്ചിരി അങ്ങോട്ടോടെ മാറി പോയി നിൽക്കാൻ നോക്കും. ഇവിടെ നിന്ന് ഇവിടെ പ്രശ്നങ്ങളാ, ഇവിടെ നിൽക്കരുത് എന്നും പറഞ്ഞ വെള്ളം എല്ലാം വേണം. ഞാൻ പറഞ്ഞു വേണ്ട, സന്തോഷം. അങ്ങനെ ഇയാളങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോ കാണാം ഒരു ഇത് ഒരു അറബി ടാക്സി കൊണ്ടുവന്നിട്ട് ഞാനപ്പോ കുറെ മാറി ഒതുങ്ങി നിൽക്കും. ഇയാൾ എങ്ങനെയോ എന്നെ കണ്ട് ഇയാൾ കൊണ്ടുവന്ന് വണ്ടി അങ്ങോട്ട് നിർത്തിയിട്ട് ഇയാൾ വന്ന് വേറൊന്നും പറഞ്ഞില്ല. ഹത്തിന് പാസ്പോർട്ട്. അപ്പൊ എന്റെ അടുത്ത് ഈ ഇറക്കി വെച്ചൊരു കാര്യം പറയാൻ പറഞ്ഞു. മലയാളി ഒരാൾ കൂടെ ഉണ്ടായിരുന്നു, മറ്റേ ഈ പാകിസ്ഥാനിലൂടെ. അപ്പൊ അയാൾ പറഞ്ഞ ആളുടെ പാസ്പോർട്ട് ഒന്നും കൊടുക്കരുതെന്ന് ചോദിച്ചാൽ അത് ഭയങ്കര ആപത്താവും, ഇവിടെ അങ്ങനെ പ്രശ്നം നടക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ പറഞ്ഞപ്പോഴേ എനിക്ക് പേടിയായി. അപ്പൊ ഈ അറബി വന്നിട്ട് എനിക്ക് പാസ്പോർട്ട് അക്കാൻ പറയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഒന്നുമില്ല, തരത്തില്ലെന്നും പറഞ്ഞു. ഞാൻ ഇയാൾ എന്നെ എന്തെങ്കിലും ചെയ്യും. പക്ഷെ ഞാൻ കർക്കശമായിട്ട് നിന്ന് ഞാൻ അങ്ങോട്ട് നടന്നപ്പോഴത്തേക്ക് ഇയാൾ വണ്ടി കയറിയാൽ പോയി. ഞാൻ അങ്ങോട്ട് ഇയാൾ പോയി കഴിഞ്ഞപ്പോ ഞാൻ അവിടെ നിന്നുകൊണ്ട് സത്യം പറഞ്ഞു. അതാണ് സത്യം. ഈ പറയുന്നതൊക്കെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് ഈ ഭഗവാൻ മുഖേന ഈശ്വരന്റെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെട്ട ആളാണ്, അല്ലെ ഭഗവാൻ എന്നെ സഹായിച്ചിട്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാരെ ഞാൻ എന്നും അവരുടെ വാക്കുകൾ ഞാൻ വിശ്വസിക്കും. കാരണം എനിക്കൊരു അനുഭവം ഉണ്ടായവരാണ്. ഞാൻ ഒരിക്കലും അതിനെ അവിശ്വസിക്കത്തില്ല. അത് സത്യം തന്നെയാണ്. വിശ്വാസമുള്ളവരെ ഭഗവാൻ രക്ഷിച്ചിരിക്കും. ഞാൻ ഒന്നേ അവിടെ നിന്നോണ്ട് ചെയ്തുള്ളൂ. ഈ ടാക്സിക്കാരൻ പോയി കഴിഞ്ഞപ്പോ ഞാൻ അവിടെ നിന്നോണ്ട് അതായത് എന്റെ കല്യാണ കാസറ്റ് എന്റെ കയ്യിലുണ്ട്, പാസ്പോർട്ടും ചെറിയൊരു ഹാൻഡ് ബാഗ് മാത്രമേ ഉള്ളൂ. ഞാൻ അവിടെ നിന്നുകൊണ്ട് വേറെ ഒന്നും ഇത്രേ ഉള്ളു. ഇങ്ങനെ കഴുതോടെ, എന്റെ കൃഷ്ണ, നീ എന്നെ ഇവിടെ കൊല്ലാൻ വന്നതാണോടെ നീ എന്നെ ഇങ്ങനെ ഞാൻ ചോദിച്ചേ എന്നെ നീ ഇവിടെ കൊല്ലാനാണോ കൊണ്ടുവന്നേ എന്ന് ചോദിച്ച് ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോ കാണാം എന്റെ ജീവിതത്തിൽ അത് എപ്പോഴും ഉള്ളൊരു സംഭവമാണ്. അതിന് ശേഷമുള്ളൊരു കാര്യം
ഒരു വല്ലാത്തൊരു കാറ്റ്, ഭയങ്കരമായ ഒരു രീതിയിലുള്ള ഒരു പ്രകൃതിക്ക് നല്ലൊരു മാറ്റങ്ങൾ. അപ്പം ആ സമയത്ത് ഒരു ചെറിയ ചാറ്റമഴ. ഈ റിയാദിൽ എയർപോർട്ടിന്റെ തൊട്ടപ്പുറത്തുള്ള കഥയാണ് ഞാൻ പറയുന്നത്. ചെറിയൊരു ചാറ്റമഴ. അപ്പം ഞാൻ ഇങ്ങനെ മാറി അന്നേരം അങ്ങോട്ട് കയറി നിന്നു. ആ ചാറ്റമഴ കയറി അങ്ങോട്ട് തിണ്ണയിലോട്ട് കയറി നിന്നു. ഈ സമയത്ത് കാണാം ഞാനാണെങ്കിൽ ഈ കാറിന്റെ ഈ ബിൽഡിംഗ് പരിപാടിയൊക്കെയാണ്, പിന്നെ എന്താണ് കെന്താസ് എന്ന് പറയാം, അങ്ങനെയുള്ള ഇതിന്റെയൊക്കെ പണികളും എല്ലാ ആളുകളുടെ ബിൽഡിംഗ് പരിപാടിയായിട്ടൊക്കെയാണ് ഞാൻ വർക്ക്ഷോപ്പ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം എന്ത് പണിയുണ്ടെങ്കിൽ ബിൽഡിങ്ങിന്റെ എല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോ കാണാം അതിഗംഭീരമായ എൻ്റെ ഇത്രയും 10-14 വർഷത്തെ ജീവിതത്തില് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, അവിടെ ഈ കാറിന്റെ സൂക്കുണ്ട്, അവിടെയൊക്കെ പല പല മോഡൽ കാർ വരും, പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു അടിപൊളി വൈറ്റ് കാർ ഇങ്ങനെ ഓടിച്ചു കൊണ്ടുവന്ന് എൻ്റെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് ഒരാളിങ്ങനെ നോക്കി ചിരിച്ചു. ഞാൻ ഭയന്ന്. കാരണം ചെയ്യുമോ ഇനി എന്തോന്ന് അറിയത്തില്ല, നോക്കിയിട്ട് ഒരു മലയാളിയുടെ ഒരു ലുക്ക് പോലെ ഉണ്ട്. അതാണ് എന്നെ അമ്പരിപ്പിച്ചത്. ഇദ്ദേഹത്തിനെ കണ്ട നിമിഷം തന്നെ എന്തോ എനിക്ക് എൻ്റെ തലച്ചോറിന് എന്തോ ഒരു വല്ലാത്തൊരു മന്ദത പോലെ എന്തോ ഒരു സംഭവം. അപ്പൊ ഇദ്ദേഹം ഡോർ തുറന്ന് അപ്പുറത്ത് തുറന്നു, 2 കൈയും പോകൽ. ഇന്ന് എനിക്ക് ആ രൂപം ഓർമ്മയുണ്ട്. കാരണം അദ്ദേഹത്തിന് 5 അടി അതിനപ്പുറം ഇല്ല. അതായത് തേന്റെ കളറാണ് അദ്ദേഹത്തിന്, തേന്റെ കളർ. അദ്ദേഹത്തിന്റെ ഉടുപ്പിന്റെ കളറും ഏതാണ്ട് അതുപോലെ സാമ്യമുള്ളതും, ഒരു കാപ്പിപ്പൊടിയുടെ നല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു പാന്റും അദ്ദേഹം ചെയ്ത്. 5 അടിയുള്ള നല്ല ശരിയായ ഒരു ശരീരം. അപ്പൊ ഇദ്ദേഹം 2 കൈ പോയിട്ട് വന്നിട്ട് ചോദിച്ചു, എന്താ ഇവിടെ നിൽക്കുന്നത്? ഞാനപ്പോ ഒരു ഡേറ്റ് ഇട്ടാ ഞാൻ പറഞ്ഞ് ഹൈലിൽ പോണം. ഹൈലിലോ? അയ്യോ, അത് ഒരുപാട് ദൂരം ഉണ്ടല്ലോ. അപ്പം ഞാന് ഈ വണ്ടിയൊക്കെ ഇങ്ങനെ ഓടിക്കുന്നതാണ്, പക്ഷെ ആൾക്കാരൊക്കെ എന്തെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇത്രയും ദൂരം എങ്ങനെ കൊണ്ടുവിടും? കാരണം എനിക്ക് 4 മണിക്ക് ഷിഫ്റ്റിന് കയറണം. ഇപ്പൊ മണി 1 കഴിയും. അപ്പം എങ്ങനെ ഞാൻ കൊണ്ടുവിടും? അതൊരു ബുദ്ധിമുട്ട്. ഒരു കാര്യം ചെയ്യും, വണ്ടി വന്ന് കയറും. ഞാൻ ജമ്മുണ്ടേ വണ്ടി കയറും. ജമ്മുണ്ടേ പേടിച്ചു. കാരണം ഞാൻ വണ്ടി അതുപോലെ പുതിയ കാറിന്റെ ഈ സീറ്റിനകത്ത് മൊത്തം പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട പുതിയ കാറ്. അവൻ വാ എന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ അങ്ങനെ മനസ്സോടെ ഞാൻ അങ്ങോട്ട് ചെന്നപ്പം പുള്ളി ഡോറ് തുറന്നു. ഞാൻ കയറി. എന്നെ ഏറ്റവും കൂടുതൽ എന്നെ അത്ഭുതപ്പെടുത്തിയതെന്ന് പറഞ്ഞു, ഞാൻ കയറി വണ്ടി പുള്ളി എടുത്തു. പക്ഷെ ഈ വണ്ടി പുള്ളി എടുത്ത് കുറച്ച് ഓഡിയോ ആവുന്നൊരു സംശയം. പക്ഷെ ഞാൻ നോക്കിയപ്പം എടുത്തത് കാണും, പക്ഷെ ഒന്ന് നിൽക്കുന്നത് ഞാൻ ഇത്രയും വർഷം നടന്നിട്ട് ഞാൻ വേപ്പ് മരം കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ വേപ്പ് മരത്തിന്റെ ചെവിട്ടിൽ ഇദ്ദേഹം കൊണ്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് നിർത്തിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞേ, നല്ല ക്ഷീണമുണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജ് അതിനകത്തുനിന്ന് ഒരു സ്വിച്ച് ഇട്ടോ, ഫ്രിഡ്ജിനകത്ത് പിന്നെ ഡപ്പയില് ഇങ്ങനെ വന്ന് വീഴും, ഇത് കുടിക്കും, നല്ല ക്ഷീണമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ ഇല്ല കുഴപ്പമില്ല. അപ്പം തന്നില്ല, കുടിക്ക് എന്നും പറഞ്ഞ കൈ തന്നപ്പോ ഞാൻ കൈ വെച്ചിട്ട്, അപ്പൊ പുള്ളി കുടിക്കാതെ ഞാൻ എൻ്റെ വാങ്ങി, പുള്ളി അത് പൊട്ടിച്ചു, എനിക്ക് തന്നു കുടിയെന്നും പറഞ്ഞു. ഞാൻ അങ്ങനെ കുടിച്ചു. അപ്പൊ കുടിച്ചു കഴിഞ്ഞപ്പം പുള്ളി എൻ്റെ ഡപ്പ മേടിച്ചിട്ട് അതിനകത്ത് ഒരു സ്വിച്ച് ഇട്ടപ്പോൾ ഒരു വേസ്റ്റ് പോലെ അതിനകത്തോട്ട് ഇട്ടിട്ട് പുള്ളി പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, പാസ്പോർട്ട് അതൊക്കെ ഇനി താ. അപ്പൊ എനിക്ക് ഡൗട്ടായി, ഇതെന്തോ പരിപാടിയാണല്ലോ ദൈവമേ. ഇല്ല, അയാൾ വന്ന് പറഞ്ഞിട്ട് പോയി പാസ്പോർട്ട് ആരും കൊടുക്കരുത്, എനിക്കൊരു മടി. അപ്പൊ പുള്ളി പറഞ്ഞു, ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, എന്നെ വിശ്വസിക്കാം, നീ തരാൻ പറയാം. അപ്പൊ ഞാൻ മനസ്സോടെ കൊടുത്തപ്പോൾ പുള്ളി ചെയ്തെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എല്ലാം സ്വിച്ച് ഇട്ടപ്പോൾ ഒരു ലോക്കർ പോലൊരു സാധനം അതിനകത്തോട്ട് എടുത്തത് വെച്ചിട്ട് അതങ്ങ് പതുക്കെ വന്നതങ്ങ് അടങ്ങി. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞ, നല്ല ക്ഷീണമുണ്ട്, ഒരു കാര്യം ചെയ്യും, ഒന്ന് മയങ്ങിക്കോ. അപ്പം എന്നും പറഞ്ഞ് പുള്ളി ഇങ്ങനെ ലിവർ ഒന്ന് പിടിച്ചപ്പോ കസേര ഇങ്ങനെ ഇപ്പോഴുള്ള ഹോസ്പിറ്റലൊക്കെ ഇപ്പൊ കാണാൻ പോലുള്ള ഇങ്ങനെ വന്നങ്ങ് ഇതായി. അപ്പൊ ഞാൻ ഇങ്ങനെ ചരിഞ്ഞു പോയെങ്കിൽ ഇങ്ങനെ ഇരിക്കുക, കസേര പുറകിൽ പോയി, ഞാൻ ഇങ്ങനെ ഇരിക്കുക, പേടിക്കണ്ട, ഞാനല്ലേ പറഞ്ഞ കിടന്നു. അപ്പം എന്നെ കിടത്തി. ഞാൻ ഇങ്ങനെ കിടന്നപ്പം എൻ്റെ അടുത്ത് നിന്ന് നല്ല ക്ഷീണമുണ്ട്, ഉറക്കം വരുന്നില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ചെയ്തത് ഇങ്ങനെ ഒന്ന് ആക്കിയത്, ഇങ്ങനെ മുഖത്ത് കുറയിക്കും എന്ന് പറയുമ്പോഴത്തെ എനിക്കറിയില്ല. ഞാൻ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഏതാണ്ട് എനിക്ക് തോന്നുന്ന 2:15 മൂന്നേകാലം അങ്ങാണ്ട് സമയം ആയി. അപ്പൊ നോക്കിയപ്പോ കണ്ണ് തുറന്ന് നോക്കിയപ്പോ ആദ്യം നോക്കിയപ്പോ ഈ ആളെ കാണുന്നില്ല. അയ്യോ, ഇത് ഞാൻ പിടിച്ചു നോക്കിയപ്പോ ഡോറ് തുറക്കുന്നില്ല. ഞാൻ ദൈവം എന്നെ ചതിച്ചോ, എന്റെ പാസ്പോർട്ട് അതിനകത്താണല്ലോ, എങ്ങനെയാണെന്ന് എനിക്കൊരു പിടിയില്ല. നോക്കിയപ്പോ 3:15 കറക്റ്റ്. അപ്പം ഇങ്ങനെ ഞാൻ നോക്കിപ്പോ അവിടുന്ന്
ഈ കൈ പുള്ളി പോക്കറ്റിലിടും നടന്നു വരും. നടന്നു വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് ചിരിച്ചിട്ട് എന്താ പേടിച്ചു പോയി? ഞാൻ പറയാം പേടിച്ചു പോയി, വിഷമിക്കണേട്ടാ, ഇതാണ് ബസ് സ്റ്റാൻഡ്. അവിടെ പുള്ളി ഒരു നമ്പർ, അത് രഹസ്യമായിട്ട് ഇരിക്കട്ടെ, ഒരു നമ്പർ പറഞ്ഞു. അതെന്റെ ഭഗവാൻ എപ്പോഴും എൻ്റെ ഉള്ളിൽ പറയാൻ നമ്പർ പുറത്തൂടെ. അപ്പൊ ആ നമ്പർ പറഞ്ഞു. ആ നമ്പറിന്റെ അടുത്ത് അവിടെ പോയാൽ മതി, എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്, ടിക്കറ്റ് എല്ലാം റെഡിയാണ്, ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഞാൻ രാവിലെ 7:15 ബസ്സുള്ളു, എനിക്ക് ഡ്യൂട്ടിക്ക് കയറേണ്ട സമയമായി, ഇപ്പൊ സമയം ഇത്രയായി. അപ്പം ഞാൻ ഇന്നും പറഞ്ഞ എൻ്റെ ലോക്കർ തുറന്നിട്ട് എൻ്റെ പാസ്പോർട്ടൊക്കെ തുറന്ന് കാസറ്റ് കാണിച്ചിട്ട് ഇത് വെച്ചു. അപ്പം എൻ്റെ പൈസ കുറവാണ്, എങ്കിലും എനിക്ക് 40 എയർപോർട്ടിൽ 10 റിയാൽ എടുത്ത് ഞാൻ കൊടുത്തപ്പം എന്നെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, കയ്യിൽ കാശ് കുറവല്ലേ, അതിരിക്കട്ടെ, ഞാൻ പിന്നെ വാങ്ങിക്കോളാം എന്നും പറഞ്ഞ് ഇതെല്ലാം തന്ന് എന്നെ കൈ തന്നു. ടാറ്റയും പറഞ്ഞ് ഞാൻ തൊഴുതു. സന്തോഷം, ഒത്തിരി സന്തോഷം എന്ന് പറഞ്ഞു. എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇറങ്ങി, അപ്പം പുള്ളി നോക്കി ഇങ്ങനെ ചിരിച്ച് വണ്ടി അങ്ങോട്ട് ഓടി. പക്ഷെ ഒന്ന് ഓർക്കണം, 1994 കഥയാണ് ഞാൻ പറയുന്നത്. അന്ന് നമ്മൾ എങ്ങും കണ്ടിട്ടില്ലാത്ത കാര്യം. കാരണം ഈ വണ്ടി ഓടി ഇങ്ങനെ മഞ്ഞിന്റെ കോടമഞ്ഞ് പോലെ മഞ്ഞ് ഇങ്ങനെ പുകകൾ വന്ന് ഇങ്ങനെ കിടക്കുക. ആ വണ്ടി അതുവരെ അവിടെ പുകയും ഞാൻ കണ്ടില്ല. അപ്പൊ വണ്ടി ഇങ്ങനെ ഓടി ആ പുകയിൽ ഈ പുറവശത്തെ റെഡ് ലൈറ്റ് ഇങ്ങനെ മാഞ്ഞങ്ങ് പോയി. ഈ കണ്ണിൽ നിന്ന് അത് വിട്ട് കഴിഞ്ഞപ്പം എന്റെ തലയ്ക്കകത്ത് എന്തോ ഒരു വെളിവ് വീണതുപോലെ ഞാൻ ഇങ്ങനെ ആയി. അപ്പം ഇതെന്തോ സംഭവം, ഒരു പിടിയില്ല. അപ്പൊ ഞാൻ നേരെ ഭഗവാന് നന്ദിയും പറഞ്ഞ് ഞാൻ ചെന്നപ്പോഴ് ഇദ്ദേഹം പറഞ്ഞ നമ്പറിൽ നോക്കി ചെന്നപ്പം എന്നെ അമ്പലപ്പിച്ച സംഭവം എന്ന് പറഞ്ഞാൽ ഉറപ്പാണ്. കാര്യം എല്ലാ വിദേശത്ത് ജീവിച്ചവർക്കും അറിയാം, അതും പ്രത്യേകിച്ച് സൗദി അറേബ്യയില് ഒരിക്കലും അവിടെ മുദീർ എന്ന് പറഞ്ഞ ആളിന്റെ കസേരയില് ആരെയും വിളിച്ചിരുത്തത്തില്ല, പ്രത്യേകിച്ച് അവരുടെ ക്യാബിനകത്ത് കയറ്റത്തില്ല. സത്യമായ കാര്യം. ഞാൻ ചെന്നപ്പോ ഒരു ഈജിപ്തുകാരൻ എന്നെ സതി താള് സതി കേരളെന്ന് പറഞ്ഞ എന്നെ വിളിച്ച് ബഹുമാനാർത്ഥം എന്നെ വിളിച്ചുകൊണ്ട് അവിടെ മുതിർന്നിരിക്കുന്ന കസേരയെ കൊണ്ടിരുത്തിയിട്ട് പറഞ്ഞ്, ഒരു ഗ്ലാസ് ചായ കൊണ്ട് കുടിക്ക്, ഇത്ര മണിക്ക് ബസ്സുള്ളൂ, അതുവരെ വിടുന്ന റെസ്റ്റ് എടുക്കും, വേണമെങ്കിൽ ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ശരിയെന്ന് പറയാം. അപ്പൊ ഉറക്കമൊന്നും വരുന്നില്ല. പക്ഷെ ഇത് ഞാൻ ആലോചിക്കാറ് അന്നേരം ഇരുന്നുണ്ട്, ഈ മനുഷ്യൻ വന്നില്ലാതെ ഞാൻ എന്റെ ജീവിതം എന്തായാലും. കാരണം പാസ്പോർട്ടിന് ഡേറ്റ് തീർന്നു, എല്ലാം കൊണ്ടും പ്രശ്നങ്ങൾ, എല്ലാം കൊണ്ടും വിഷയങ്ങളാണ്. അപ്പം ഈ പറഞ്ഞപോലെ ആ കൃത്യസമയത്ത് ആയപ്പോഴാണ് ഇദ്ദേഹം കൊണ്ടുവന്ന് വെച്ച് ടിക്കറ്റ് തരുന്നു. ടിക്കറ്റ് തന്നിട്ട് എന്നെ കൊണ്ടുവന്ന് ബസ്സിൽ കയറ്റി സീറ്റിൽ ഇരുത്തിയിട്ട് കൈയും തന്ന് സന്തോഷമായിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോയി. ഞാൻ എൻ്റെ വീട്ടിൽ വന്നു. വീട്ടിൽ വരുന്ന എൻ്റെ റൂമിൽ വരുന്നതിന് മുമ്പ് വലിയൊരു സത്യം കൂടെ വേറെ പറയാനുണ്ട്. എന്റെ വിവാഹം കഴിഞ്ഞെന്ന് പറഞ്ഞല്ലോ, ഞാനൊരു ഭയങ്കരമായ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടത് എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യയുടെ അടുത്ത് അത് ചോദിച്ചത് പറഞ്ഞു തരും. ഞാൻ പറയുമ്പം ഒന്നല്ല, അത് പറയുമ്പോഴാണ് ശരി. ഞാൻ പറഞ്ഞു ഉണർന്നിട്ട് എനിക്കങ്ങ് പരതാഹം എടുക്കുന്നു. പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ പതുക്കെ കൊണ്ട് എല്ലാം ഞാൻ പറയാം. എന്റെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ അനുഭവങ്ങളും പറയാം. അപ്പം ഞാൻ സ്വപ്നം കണ്ട എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളം കുടിച്ചോളാം, എനിക്കത് പലഹാരം ഞാൻ വെച്ച് വെള്ളം മേടിച്ചു. ഞാൻ വെച്ചാൽ ആരോഗ്യം എന്ത് പറ്റി? ഞാൻ പറഞ്ഞ് സൗദി അറേബ്യയിലെ അയലില് എന്റെ റൂമില് എന്റെ ബെഡും തലകണയൊക്കെ കത്തിപ്പോയി. അയ്യോ, അതെന്താ അങ്ങനെ കണ്ടേ? എന്തായിരിക്കും? ഞാൻ പറഞ്ഞു എന്തോ അത് കത്തിപ്പോയി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇത് പറഞ്ഞ് എന്റെ ഭാര്യ സമാധാനപ്പെടുത്തി ഞങ്ങള് കിടന്നുറങ്ങി. ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന സംഭവമാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ എൻ്റെ ബെഡും ഈ ബ്ലാങ്കറ്റും തലങ്ങണയും കത്തിപ്പോയി. അതിന്റെ കാരണം ഈ ബിൽഡിങ്ങിന്റെ മുകളില് ഷീറ്റ് ഇടുന്നതിന് നമ്മളിവിടെ കിട്ടേക്കുന്ന ഷീറ്റ് ഒന്നതിന്റെ ഗൈഡർ മോള് തുറന്ന് ഇറക്കിയ സമയത്ത് ബിൽഡിങ്ങിന്റെ ഫ്ലക്സ് വീണാണ് ഇത് തീ പിടിച്ചത്. അപ്പൊ എന്റെ സുഹൃത്തിന്റെ അടുത്ത് എന്ത് പറ്റി? എന്റെ സുഹൃത്ത് കണ്ണൂർ രഞ്ജിത്ത്, അദ്ദേഹത്തിന്റെ റൂമിലായിരുന്നു താമസം. കണ്ണൂരാനാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരനാണ്. അപ്പം അതുപോലെ തന്നെ ആറ്റിങ്ങൽക്കാർ രാജൻ എന്റെ ജ്യേഷ്ഠതുല്യനാണ്. അപ്പൊ അവരുടെയൊക്കെ ഒരുപാട് ഹെൽപ്പ് എനിക്കുണ്ട്. എന്റെ ഈ ഇരുമ്പ് കയറി കഠിനമായ പനി വന്നപ്പോ അണ്ണനാണ് എന്നെ ഹോസ്പിറ്റലിൽ എമർജൻസി ആയിട്ട് കൊണ്ടുപോയത്. അപ്പൊ അങ്ങനെ പുള്ളിയെടുത്ത് ചോദിച്ചപ്പോഴാ അതെല്ലാം വെൽഡ് ചെയ്തപ്പം കത്തിപ്പോയി. ഞാനിങ്ങനെ സ്വപ്നത്തിൽ കണ്ട് ഞാനെല്ലാം പുതിയത് വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു.
അതൊരു വലിയ സംഭവമാണ്. അങ്ങനെ ഈ സംഭവം എനിക്കുണ്ടായ ഇങ്ങനൊരു സംഭവം എന്താണെന്ന് ഞാൻ 96 നാട്ടിൽ വന്നപ്പോ എന്റെ ഈ കണ്ണൻ തിരുമേനിയോട് അമ്പലത്തിൽ ചെന്നപ്പോ ഞാൻ പറഞ്ഞ, തിരുമേനി ഇങ്ങനൊരു അനുഭവം എനിക്കുണ്ടായി. അതിനുശേഷം ഇദ്ദേഹം വന്ന് എനിക്ക് ഈ ഇങ്ങനെ ശരി ഉറങ്ങി ഇങ്ങനെ കാണിച്ച്, അപ്പൊ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഉണ്ടായ ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ പിന്നെ എനിക്കത് ബോധ്യപ്പെട്ടത് അനുഭവം ഉണ്ടായിരുന്നു. അപ്പം എന്നോട് കണ്ണൻ പറഞ്ഞു, ഒരു കാരണവശാലും ഇത് മനസ്സിൽ വെക്കുക, ഇത് മറ്റൊരാളോട് പറയരുത്. വർഷം ഇത്രയും കടന്നുപോയി, 19 വർഷം ആയില്ലേ. അപ്പൊ ഇനിയിപ്പം ആരെങ്കിലും എടുത്ത് പറയാം, ഇത് ലോകം അറിയട്ടെ എന്ന് കരുതി. പക്ഷെ ഇതിൽ യഥാർത്ഥ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്റെ കൃഷ്ണൻ തന്നായിരുന്നു. കാരണം അത് എങ്ങനെയാണെന്നുള്ളതിന്റെ സത്യം അത് എല്ലാം എനിക്കതിന് തെളിവോടുകൂടി എൻ്റെ ഭഗവാൻ എനിക്ക് തരികയുണ്ടായി. അതാണ് അതിന് അദ്ദേഹത്തിനെ ആരാധിച്ചതിനും അതേ കണക്ക് തന്നെ എൻ്റെ ഭാര്യയെ ഞാനും എൻ്റെ മോളോട് ഗുരുവായൂർ പോയി. അവിടെ ചെന്നപ്പോൾ ജനപ്രളയം, അത്രയും ജനപ്രളയം ഉണ്ടായിട്ട് മറ്റാർക്കും കൊടുക്കാതെ ഒരു കസേര അവിടുത്തെ സെക്യൂരിറ്റി എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി കാരണം വെച്ചാൽ നിറഞ്ഞ ഭയങ്കര ഭക്തയാണ്. അപ്പം അതിന്റെ ഭാര്യ ഇത്രയും അന്നിട്ട് ആൾക്കാരെല്ലാം ഞങ്ങളൊക്കെ പ്രായമുള്ളവർ എന്നിട്ട് ഞങ്ങൾക്ക് തന്നില്ലല്ലോ എന്ന് വരെ ചോദിച്ചു. അപ്പൊ പറഞ്ഞ് എന്തോ അതിന് ആ അമ്മയ്ക്ക് കൊടുക്കണമെന്ന് തോന്നി കൊടുത്തു. അങ്ങനെ അത് അവിടെ ഇരുന്നു. ഞാൻ ക്യൂവിൽ നിന്ന് നിൽക്കണ്ട, ഇവിടെ വന്ന് ഇങ്ങനെ കയറി ചോറുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, അങ്ങനെ വേണ്ട, അത് വേണ്ട എന്ന് പറയാം. ഏറ്റവും അതിനേക്കാൾ അത്ഭുതം ഉണ്ടായെന്ന് പറഞ്ഞാൽ, ഏറ്റവും ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ ഇതൊന്നും പറഞ്ഞാലും വിശ്വസിക്കാൻ ഒന്നും പോകുന്നൊന്നുമില്ല. നമുക്കറിയാം, പ്രത്യേകിച്ച് ഇവിടെ തോട്ടാനും പിടിക്കാനെല്ലാം ഗുരുപൊട്ടി നടക്കുന്ന ലോകത്ത്. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ താല്പര്യം. പക്ഷെ എങ്കിലും നമ്മൾ എനിക്കുണ്ടായ സത്യസന്ധമായ ഈശ്വരനിൽ നിന്നുണ്ടായ ആ സത്യസന്ധമായ അനുഭവങ്ങളെ ഞാനത് പുറത്ത് പറയാതെ ഞാൻ കണ്ണടച്ചാലേ അത് ഈശ്വരൻ എന്നോട് അത്ര ഇത് കാണിക്കില്ല, തെറ്റാണ്. ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് പിന്നെ എൻ്റെ ഭാര്യയുടെ കാല് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വീഴാൻ പോയി. അപ്പം അവിടെ എന്നെ കാണിച്ചു തന്ന് ഞാൻ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഞാൻ മറ്റെല്ലാം മറക്കും. കൂടെ അമ്മയുണ്ടോ, അച്ഛനുണ്ടോ, ഭാര്യയുണ്ടോ, മോൾ, അങ്ങനെ ഒന്നും നോക്കാം. എനിക്ക് ഭഗവാനാണ് മുഖ്യം. പക്ഷെ അന്ന് ഭഗവാൻ എനിക്കൊരു നിർദ്ദേശം തന്ന കാര്യം, കൂടെ ഉള്ളവരെയും കൂടെ ശ്രദ്ധിക്കണം. സുഖമില്ലാത്ത കാല് വയ്യാതിരിക്കുന്നതാണ്, അപ്പം അതിനെയും ശ്രദ്ധിക്കണം എന്നുള്ളൊരു വഴികാട്ട്. ഞങ്ങൾ ഊണ് കഴിക്കാൻ ചെന്നപ്പോഴാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു അത്ഭുതം ഉണ്ടായത്. ഭഗവാന്റെ, അതായത് എൻ്റെ ഭഗവാനെ ഞാൻ ധ്യാനിച്ച്, ഞാൻ ഒരുപാട് വ്രതം നോറ്റ് ധ്യാനിച്ച് എൻ്റെ ഭഗവാൻ എനിക്ക് എല്ലാം വെളിയിലും എൻ്റെ ഉള്ളിലും എല്ലാം എൻ്റെ പ്രകൃതിയിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നും എല്ലാം എനിക്ക് കാട്ടിത്തരും എല്ലാ കാര്യം. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വലിയ പൊങ്ങച്ചം കാണിച്ചോ വലിയ കോടികൾ വാരി സമ്പാദിച്ചോ ഒന്നും ഞാൻ ജീവിക്കുന്നു. എൻ്റെ ഭഗവാനാണല്ല, അദ്ദേഹമാണ് എൻ്റെ എല്ലാ നിധിയും. എനിക്കുണ്ടായ ഒരു ഭാഗ്യമെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ചെന്നു, ഭയങ്കര തിരക്കാണ്. പക്ഷേ ഏറ്റവും വലിയ അത്ഭുതം, കുറേ ഭാഗത്ത് ആൾക്കാർക്ക് ഇരിക്കാം, പക്ഷെ ആരും ഇരുന്നില്ല അവിടെ. എൻ്റെ മോൾ അവിടെ ഇരിക്കുന്നു, എൻ്റെ ഭാര്യ ഞാനിവിടെ ഇരിക്കുന്നു. ഇത്രയും ഭയങ്കര ഭയങ്കര ഇടി, ആരും ഇരുന്നില്ല അവിടെ. ഒരു മനുഷ്യൻ പോലും ഇത്രയും എടുത്ത് വന്നിരുന്നില്ല. അപ്പൊ കാണാൻ ഞാൻ വിചാരിച്ച, ഭഗവാനെ ഇതെന്താ ഇങ്ങനെ ഇത്ര ഇവിടെ ഗ്യാപ്പ് കിടന്നിട്ട് ആരെയും ഇവിടെ ഇരുത്തുന്നില്ലല്ലോ, എന്താ കാര്യം? ആരും വരുന്നുമില്ലല്ലോ ഇരിക്കാൻ. ഇത്രയും സ്ഥലങ്ങൾ ആൾക്കാരെ ഒന്ന് ഇടിക്കുകയും ചെയ്തു. ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ, ശരിക്കും എൻ്റെ ഉൾക്കണ്ണ് ഞാൻ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു, ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു എൻ്റെ തമ്പുരാനായ കരൻശയില്ല ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ, ഒരു ബ്രാഹ്മണൻ, വൃദ്ധനായ ഒരു ബ്രാഹ്മണൻ, നല്ല വൃദ്ധനായ ഒരു ബ്രാഹ്മണൻ. അതായത് മഹാവിഷ്ണുവിന്റെ അതേ ഉയരവും കാര്യങ്ങളൊക്കെ ഉള്ള വൃദ്ധനായ ഒരു ബ്രാഹ്മണൻ. മുടിയെല്ലാം ഇവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നു, പൗണിലൊക്കെ ഇട്ട്. അദ്ദേഹവും അതുപോലെ ഉയരമുള്ളൊരു മറ്റൊരാളും, അദ്ദേഹത്തിനും ആ കൂടെ അദ്ദേഹത്തിന്റെ തോളിനും മുകളിൽ വരെ നിൽക്കുന്ന സഹധർമ്മിണിയും. ഈ 3 പേരും ആ സ്ഥലത്ത് ഞാൻ ഇരുന്നതിന്റെ തൊട്ടപ്പുറത്താണ് ആ ബ്രാഹ്മണ സ്വാമി ഇരുന്നത്. എൻ്റെ അപ്പുറത്ത് അദ്ദേഹം, എൻ്റെ അപ്പുറത്ത് അദ്ദേഹത്തിന്റെ സഹധർമ്മി. അപ്പം ഇരുന്നപ്പോ തന്നെ നമുക്കത് കാണാൻ കഴിയും. ഇരുന്നപ്പോ തന്നെ ഭയങ്കര ഹൈറ്റ്. അപ്പം മറ്റാരും ഇത് ശ്രദ്ധിക്കുന്നില്ല. അവിടെ ഞങ്ങൾക്ക് കൊണ്ടുവന്നത് ഇതെല്ലാം തരുന്നു. ഇവരുടെ മുന്നിൽ വരുമ്പം വളരെ ബഹുമാനമായിട്ടൊക്കെയാണ് ഇവർക്ക് കൊടുക്കുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിയും. എനിക്ക് കൊണ്ടുവന്ന് അങ്ങനെ തന്നു പോകുന്നു. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഏതമ്പലത്തിൽ പോയാലും
എനിക്ക് ചില ഇതുണ്ടായിരുന്നു. അത് എൻ്റെ അഹങ്കാരത്തിന് ഞാൻ ഒരുപാട് പാഠം പഠിച്ചിട്ടുണ്ട്. അത് നാഹത്തിന്റെ, അതൊക്കെ പിന്നൊരു സമയത്ത് പറയാം. അങ്ങനെ ഏത് അമ്പലത്തിൽ പോയാലും അത് ഞെട്ടിക്കുന്ന സംഭവം എൻ്റെ ഭാര്യയും മോളും പറയും. അമ്പലത്തിൽ പോയാലും പ്രസാദങ്ങൾ കഴിക്കുമ്പോൾ എനിക്ക് ചില പ്രസാദങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കണക്ക് തന്നെ എനിക്ക് അവിടുത്തെ അന്നദാനം ഭയങ്കര, എനിക്ക് ലോകത്തെ എവിടെ നിന്ന് കഴിച്ചാലും ഈ അന്നദാനം കഴിക്കുന്ന രുചി എനിക്ക് എങ്ങനെ കിട്ടാറില്ല. അപ്പൊ എനിക്കത് മനസ്സ് നിറയെ കിട്ടിയേ വേണം. അപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ അന്നേരം ചിന്തിച്ച് എനിക്ക് കുറച്ചും കൂടെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കിട്ടിയിരുന്നേ കൊള്ളാമായിരുന്നല്ലോ എന്ന് മനസ്സിൽ പറഞ്ഞു. ഞാൻ ഈ മനസ്സിൽ പറഞ്ഞതേ ഉള്ളൂ. വരിയായിട്ട് എല്ലാവരും വന്നതാണ് സാധനം ഇതെല്ലാം വിളമ്പിത്തരും. അപ്പൊ എന്റെ ഭാര്യ ചോദിച്ചു, ഏട്ടൻ മനസ്സിൽ എന്തോ ചിന്തിച്ചല്ലേ, ഇല്ലെങ്കിൽ ഇവര് പോയവരാണ്, ഇനി വിളമ്പി തരത്തില്ലെന്നും പറഞ്ഞ് പോയവരാ, ഇനി രണ്ടാമത് ഇവിടെ ഇനി ഇല്ല, എല്ലാവരും തിരക്ക് കൂടുതലാണ്, ഉണ്ട്, പക്ഷെ ഇനിയുള്ളവരെ കയറ്റണം എന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങ് പോയി. അവൻ ഞാൻ അന്നേരം മനസ്സുകൊണ്ട് ഇങ്ങനെ വിചാരിച്ചപ്പം ഈ അടുത്തിരുന്ന നല്ല വൃദ്ധനാണ് ഈ ബ്രാഹ്മണ ശ്രേഷ്ഠൻ, എന്നെ ഒന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഒരു കള്ളച്ചിരി, ഒരു വല്ലാത്ത ചിരി. അപ്പൊ ഞാൻ നോക്കി ഇദ്ദേഹത്തിന്റെ മുഖം, ഇദ്ദേഹം ഇത്ര വൃദ്ധനായിട്ട് ഇദ്ദേഹത്തിന്റെ മുഖത്തൊരു ചെറുപ്പമാണല്ലേ കാണും. അപ്പൊ ഞാൻ അവിടെ നിന്നുകൊണ്ട് ഭഗവാനെ ഒന്ന് ധ്യാനിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ എല്ലാം മനസ്സിലായി, തൃപ്തിയായി. ആ ഇരുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവും മഹാദേവനും പാർവതി ദേവിയുമായി. എന്റെ ശരീരം മൊത്തം കോരിപ്പിടിക്കുകയാണ്. ഇതിനപ്പുറം ഒരു ഭാഗ്യം ഈ പ്രപഞ്ചത്തിൽ ആർക്ക് വേണം? ആർക്ക് വേണം? എന്താ വേണ്ടെന്ന് എനിക്ക് ഈ പ്രപഞ്ചത്തിൽ ഇതൊരു വലിയ സത്യമായ കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ സംഭവം.